ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടൊന്നല്ല, നമുക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പായിട്ടാണ്. നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനായി ഈ സമയത്തൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ഞാനിവിടെ ഈ ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറോ പ്രഷർ കുക്കറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കുക്കറിലൊക്കെ ഉണ്ടാക്കിയെടുത്തുള്ള ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടും ടേസ്റ്റിന് കുറവില്ലാതെ നമ്മൾ നോർമൽ ചോറ് വേവിച്ചെടുക്കുന്ന അതേ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പോളം അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ അരിയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ അരിയിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏത് അരിയാണെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ചൊക്കെ വേവുള്ള ഒരു അരിയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അരി നല്ലപോലെ തന്നെ കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യമൊക്കെ നല്ലപോലെ തന്നെ കഴുകിയെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ അരിയൊക്കെ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തേക്കാൻ വേണ്ടി നമുക്ക് രാത്രി നമ്മൾ അരി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതാ ഞാനിവിടെ അരി ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള പാത്രം. ഇങ്ങനത്തെയുള്ള പാത്രമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നോർമലായിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന പാത്രമാണ്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. നമ്മൾ പാത്രം എടുക്കുമ്പോൾ അതിൻ്റെ അടപ്പ് നല്ലപോലെ ടൈറ്റ് ആയിരിക്കണം. ഇനി ഏത് പാത്രമാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം തന്നെ യൂസ് ചെയ്യണം. സ്റ്റീൽ പാത്രത്തിൽ നല്ലപോലെ അടപ്പൊക്കെ നല്ല ടൈറ്റുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി നമ്മുടെ തൂക്കുപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ തിളച്ചിട്ടുള്ള വെള്ളമാണ്. ചൂടായിട്ടൊന്നും പോരാ, നല്ലപോലെ തിളച്ച് മറിയുന്ന വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ അടച്ച് വെക്കണം. നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു കൊടുക്കണം. രാത്രി നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലൊക്കെ പാത്രം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളച്ചിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നേരം വെളുത്തിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അരിയൊക്കെ ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് കുതിർന്ന് കുറച്ചൊക്കെ ഒന്ന് സൈസ് വലുതായി വന്നിട്ടുണ്ട്. വെന്തിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് അരിയൊക്കെ നല്ലപോലെ ഒന്ന് വലുതായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇതുപോലെ അരിയൊക്കെ ഒന്ന് നുറുങ്ങി വരുന്ന ടൈമിലാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി ഇതിലേക്ക് നല്ലപോലെ ചൂടായ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ ഗ്യാസ് ചെലവിൽ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ റൈസ് കുക്കറിലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചോറ് കിട്ടിക്കൊണ്ടെന്നില്ല. അതിൻ്റെ ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല. നമ്മൾ നോർമൽ റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ചോറുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ രാവിലെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് രാത്രി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 5-10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് നല്ല പോലെ റൈസ് വെന്ത് വരും. ഇപ്പോൾ ഇതാ ചോറൊക്കെ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് സമയം കൊണ്ടാണ് എനിക്കിവിടെ ചോറൊക്കെ റെഡിയായി വന്നിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചായിരിക്കും തിളപ്പിച്ചെടുക്കേണ്ടത്. നമുക്ക് റേഷൻ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അരിയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചോറൊക്കെ റെഡിയായി വരും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.